വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലുള്ളൊരു ഓർഡിനറി ഇമേജിന് എങ്ങനെ കോമിക് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് ഇമേജാണോ വേണ്ടത് അത് ഓപ്പൺ ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ക്യാൻവാസിലോട്ടിട്ട് റീസൈസ് ചെയ്യാം. എക്സാക്ട്ലി നമുക്ക് ക്യാൻവാസ് ഫുള്ള് ഫില്ലാവണമെന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റ് മാത്രം മതി. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്വിക്ക് സെലക്ഷൻ ടൂളാണ്. ജസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മേലെ ഡ്രാഗ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രൊസീജിയർ. മാത്രമല്ല ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സബ്ട്രാക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ട് വെച്ചെങ്കിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുകളിൽ സെലക്ട് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ വരും. ഇപ്പോൾ നമുക്കൊരു സെലക്ഷൻ ഏകദേശം കിട്ടിയിട്ടുണ്ട്. റെഡ് കാണിക്കുന്ന ഭാഗങ്ങൾ സെലക്റ്റഡ് അല്ല, അല്ലാത്ത ഭാഗങ്ങളൊക്കെ സെലക്റ്റഡ് ആണ്. അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് വന്നെടുത്ത് ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ ലെയർ വിത്ത് എ മാസ്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ താഴെ കിടക്കുന്ന ലെയർ ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ലെയർ കൊടുക്കാം. ഒരു കോമിക് ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൽ പോയിട്ട് കോമിക് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് കാണാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സർഫസസ് സ്മൂത്ത് ആക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർഫസ് ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും മാസ്കും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കളയണം. അതിനായിട്ട് ആ മാസ്കിൻ്റെ ലെയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നടുക്കിലുള്ള ഒരു ചങ്ങലയുടെ ഒരു ഇമേജാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ആ കണക്ഷൻ പോയി. നമ്മുടെ മാസ്കിനെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഫിൽറ്ററിന് താഴെ ബ്ലറിനുള്ളിൽ സർഫസ് ബ്ലർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ വരുന്ന വിൻഡോയിൽ നമ്മൾ ആദ്യം തന്നെ ത്രഷോൾഡിൻ്റെ വാല്യൂ ഏറ്റവും മാക്സിമത്തിൽ കൊണ്ടുപോയിടാം. അതിനുശേഷം നമുക്ക് റേഡിയസ് സെറ്റ് ചെയ്യാം. ഏകദേശം എനിക്കൊരു 20-നും 25-നും ഒക്കെ ഇടയിലുള്ളൊരു റേഡിയസാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. ആ റേഡിയസ് സെറ്റായിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രഷോൾഡ് പതുക്കെ താഴ്ത്തി കൊണ്ടുവരാം. ഒരു 10-ന് താഴെയുള്ളൊരു വാല്യൂ ത്രഷോൾഡിന് കൊടുക്കുകയായിരിക്കും നല്ലത്. നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആവശ്യമില്ല, അപ്പോൾ നമുക്കത് ഡിലീറ്റ് ചെയ്യാം. അതിനായിട്ട് ചുമ്മാ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ അതൊരു സാധാരണ ലെയറായി കൺവേർട്ട് ആവും. അപ്പോൾ അത് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൽ കളർ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് താഴെ പോയിട്ട് ഗ്രേഡിയൻ മാപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ആ വിൻഡോയിലുള്ള വലിയ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിൽ കളേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മൾ റൈറ്റ് എൻഡിൽ കാണുന്നത് ഹൈലൈറ്റ്സും ലെഫ്റ്റ് എൻഡിൽ കാണുന്നത് ഷാഡോസും ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഹൈലൈറ്റ്സിൻ്റെ കളർ ഒരു ഓറഞ്ച് കളർ നമുക്ക് സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ചിങ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ കളർ കോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ കളർ കോഡിലാണ് നമ്മൾ ഓറഞ്ച് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഡാർക്കർ കളർ സെലക്ട് ചെയ്യാം, അതായത് ഷാഡോസിനുള്ള കളർ സെലക്ട് ചെയ്യാം. അതിൻ്റെ കളർ എക്സും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി നമുക്കിതിലൊരു മിഡ് ടോൺസ് കൊടുക്കണം. അതിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളർ ആഡ് ചെയ്യാം. മിഡ് ടോൺ ആയിട്ട് ഞാനൊരു റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഹെക്സ് കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഇതിലെ കളേഴ്സിൻ്റെ ബ്ലെൻഡിങ് ഒട്ടും സ്മൂത്ത് അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻ്റർവെൽസ് കൂട്ടാം, കളേഴ്സിൻ്റെ ഇൻ്റർവെൽസ് കൂട്ടാം. അപ്പോൾ ഓരോ കളറിൻ്റെയും ആ ഒരു ചെറിയ സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ കളറിൻ്റെ ഒരു ഇൻ്റർവെൽ കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സിൻ്റെയും അങ്ങനെ ഓരോ ഇൻ്റർവെൽസ് വെച്ചിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത എല്ലാ കളേഴ്സിൻ്റെയും ഓരോ ഇൻ്റർവെൽസ് വെച്ചിട്ട് ഞാനിവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ലൊരു റിസൾട്ട് നമുക്ക് ഏകദേശം കിട്ടും. നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന വരെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓറഞ്ച് കളറിൻ്റെ ഹൈലൈറ്റ്സ് ഒട്ടും ഒരു ഒറിജിനാലിറ്റി തരുന്നില്ല എന്ന് കാണാം. അപ്പോൾ നമുക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ക്വയർ ബോക്സ് കൂടി ഉണ്ടാക്കി അതിന് വൈറ്റ് കളർ കൊടുക്കാം. ഹൈലൈറ്റ്സിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് അവിടെ വൈറ്റ് കളർ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഉള്ള നമ്മുടെ എല്ലാ കളേഴ്സും നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന വരെ നമുക്ക് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഗ്രേഡിയൻ മാപ്പ് ലെയറിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കാം. അതിനായിട്ട് ആ ലെയറിൻ്റെ മീതെ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+J ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ലെയറിനെ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന ഈ ലെയറിനെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ലെയറിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവന്ന് വെക്കണം.
ഓക്കെ, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഗ്രേഡിയൻ്റ് മാപ്പ് ലെയറിൻ്റെ ഗ്രേഡിയൻ്റ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ആ വിൻഡോ വീണ്ടും ഓപ്പൺ ആവും. ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കോപ്പി ആക്കിയ ആ കളേഴ്സിൻ്റെ സ്ക്വയറുകളെല്ലാം നമുക്ക് താഴത്തോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കളേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ബേസ് കളേഴ്സ് മാത്രം മതി എന്നുള്ള പോലെ വെക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പോലെ തന്നെ ഇത് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എത്തുന്നവരെ റീഅറേഞ്ച് ചെയ്യാം. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒബ്ജക്റ്റിന് ഒരു സ്ട്രോക്ക് കൊടുക്കാം. അതിനായിട്ട് ഒബ്ജക്റ്റ് ലെയറിൻ്റെ മാസ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ലെയർ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മുകളിൽ എഡിറ്റ് മെനുവിൽ സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വരുന്ന വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.